Good morning all. നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷൻ. 5th മോഡ്യൂളിലെ പോർഷനാണ്, അല്ല സ്റ്റാർട്ടിംഗ് പോർഷൻ. നമ്മൾ ആദ്യം ഇത് സ്കിപ്പ് ചെയ്തിട്ടാണ് കുറേ പ്രോസസ്സിങ്ങിലോട്ടും പോയത്, കുറേ ഒപ്റ്റിമൈസേഷനിലോട്ട് പോയത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അതിലോട്ട് പോകാം. ഈ ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷൻ എന്ന് കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം പഠിച്ച ഈ ഒരു ഫിഗർ ഓർമ്മ വരണം. ഇതിലെന്താണ്? സിസ്റ്റം ആർക്കിടെക്ചർ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന കാര്യമായിരുന്നു. ഈ ഒരു ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് പോർഷനിൽ നിൽക്കുന്നത് ഡിഫറെൻറ്റ് യൂസേഴ്സാണ്. അപ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ വ്യൂസും യൂസേഴ്സിൻ്റെ ഓരോ കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. നമ്മൾ ആ വ്യൂസ് ക്രിയേറ്റ് ചെയ്യണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച്, ക്വറി എഴുതുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. സെക്കൻഡ് പോർഷൻ ക്വറി പ്രോസസ്സറിനകത്താണ് നമ്മളുടെ ആ ക്വറി DML, DDL അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വറീസും, അതുപോലെ അതിൻ്റെ ക്വറി മാറ്റുന്ന റിലേഷണൽ ആൾജിബ്ര വരുന്നതും, ക്വറി ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ക്വറി പ്രോസസ്സറുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് സ്റ്റോറേജ് മാനേജർ എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നത് ഒരു ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളാണ് വരുന്നത്, നമുക്ക് പഠിക്കാൻ വരുന്നത്. അത് നമ്മൾ 6th മോഡ്യൂളിൽ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബോട്ടം പോർഷനാണ്. അതായത് ഇതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നമ്മളൊരു സ്റ്റോറേജ് പാർട്ട് പറയുന്നുണ്ട്. ആ സ്റ്റോറേജ് പാർട്ടാണ് നമുക്ക് ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷനിൽ പഠിക്കേണ്ടത്. കാരണം നമ്മൾ ആദ്യം ഒരു 3 സ്കീമ ആർക്കിടെക്ചർ പറഞ്ഞപ്പോൾ തന്നെ 3 ലെവൽ ഓഫ് സ്കീമാസ് നമ്മളവിടെ പറയുന്നുണ്ട്. അതായത് അതിൻ്റെ ടോപ്പിൽ പല പല ഡിഫറെൻറ്റ് യൂസേഴ്സിന് വേണ്ടി ഒരു വ്യൂ ലെവലും, പിന്നെ ഒരു ലോജിക്കൽ ലെവൽ അല്ലെങ്കിൽ കൺസെപ്ഷ്യൽ ലെവൽ, അവിടെയാണ് നമ്മൾ നമ്മളെ ഡേറ്റാബേസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്കൽ വ്യൂ നമുക്ക് വരുന്നത്. അതിൻ്റെ താഴെയാണ് ഫിസിക്കലി നമ്മളുടെ ആ ഡേറ്റയെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളുടെ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പണ്ട് നമ്മൾ ഡേറ്റാബേസ് എന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ ഒരു ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം ആയിരുന്നു ആദ്യം യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഡേറ്റാബേസ് സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ അത് തമ്മിലുള്ള ഡിസഡ്വാൻറ്റേജൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് അന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഒരു ഡേറ്റാബേസ് എന്നുള്ള ലോജിക്കൽ വ്യൂ ഒന്നുമില്ല, പകരം നമുക്ക് ഡയറക്റ്റ്ലി ഫയൽസിനകത്ത് ഓരോന്നും സെപ്പറേറ്റ്ലി സ്റ്റോർ ചെയ്യുമായിരുന്നു എന്നാണ്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ ഇനി ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷനിലോട്ട്, നമ്മൾ ഡേറ്റാബേസിൻ്റെ ഫിസിക്കൽ ഡേറ്റ ഓർഗനൈസേഷനിലോട്ട് എത്തുമ്പോൾ, അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലായ ഫിസിക്കൽ ലെവലിലോട്ട് എത്തുമ്പോൾ, അവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഫയൽസിലാണ്. അതായത് നമ്മൾ ആക്ച്വലി ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഏറ്റവും ലോവസ്റ്റ് പോർഷനിൽ നമ്മൾ ആക്ച്വലി ഫയൽസ് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പല ലെവലുകളായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്, പല ലെവൽ ഓഫ് സ്കീമാസായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ യൂസർ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ പല ഡിഫറെൻറ്റ് വ്യൂസാണ് നമുക്ക് ഡേറ്റയുടെ കാണുന്നത്. പക്ഷേ ഇൻറ്റേർണലി നമുക്കതിനൊരു ലോജിക്കൽ വ്യൂ ഉണ്ട്. അതാണ് നമ്മളുടെ ഡേറ്റാബേസ് എന്നുള്ള സംഭവം. അതിനും താഴെ ഏറ്റവും പ്രിമിറ്റീവായിട്ടുള്ള ഫയൽസ് തന്നെയാണ് ഒറിജിനലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫയൽസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ലോജിക്കലി മറ്റൊരു വ്യൂവിൽ, ഒരു ഡേറ്റാബേസ് ടേബിൾസും റിലേഷൻസും എന്നുള്ള ഒരു ഡിഫറെൻറ്റ് വ്യൂ ആക്കി, നമ്മൾ ഡിഫറെൻറ്റ് സ്കീമയാക്കി മാറ്റിയത് മാത്രമാണ് നമ്മളുടെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി നമ്മളുടെ ഡേറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത് ഫയലിലാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി 2 കാര്യങ്ങളാണ് വരേണ്ടത്. നമ്മൾ ഈ സ്റ്റോറേജിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റോറേജിൽ നമ്മളെ ആക്ച്വൽ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഫയലിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡേറ്റ അബൌട്ട് ഡേറ്റ ഉണ്ട്. അത് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡേറ്റ ഡിക്ഷണറി ഉണ്ടാവും. പിന്നെ കുറേ സ്റ്റാറ്റിറ്റിക്കൽ ഡേറ്റ അതിനകത്ത് ഉണ്ടാവും. അതല്ലാതെ കുറേ ഇൻഡിസസ് ഉണ്ടാവും. ഇൻഡിസസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ഇൻഡെക്സ് പേജസ് ആണ്. അതായത് ഈസിലി നമുക്ക് ആ ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ് നമുക്ക് ആക്ച്വൽ ഡേറ്റ ആയിട്ടുള്ളത്. അത് ഡിഫറെൻറ്റ് ഫയൽസിലാണ്. ഒരു ഫയലിനകത്ത് നിന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ഈസിയറായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി ഇൻഡെക്സുകളുണ്ട്. നമുക്ക് ഇവിടെ നോക്കേണ്ടത്, മെയിൻലി നമ്മൾ നോക്കുന്നത് ആ ഇൻഡെക്സിങ് എങ്ങനെ ചെയ്യുന്നു, സ്പീഡ് ആയിട്ട് നമുക്ക് നമ്മളുടെ ആക്ച്വൽ ഡേറ്റയെ എങ്ങനെ ആക്സസ് ചെയ്യാനായിട്ട്, എങ്ങനെ ഒരു ആക്സസ് സ്പീഡപ്പ് ചെയ്യാം,
അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. അതിന് മുന്നേ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ്? ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു ഡിസ്കിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹാർഡ് ഡിസ്കിനകത്ത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫയലും എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഫയൽ എന്നുള്ള പറയുന്നതിന് മുന്നേ അതിനകത്ത് നമ്മളുടെ ആക്സസ് വരുന്നത് കുറേ ബ്ലോക്സുകളായിട്ടായിരിക്കും. കുറേ ബ്ലോക്കുകളിനകത്താണ് നമ്മൾ വച്ചേക്കുന്നത്. നമ്മളൊരു ഡിസ്കിൽ നിന്ന് ഒരു ഡേറ്റ റീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു ബൈറ്റ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഒരു പേര് റീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു പേരല്ല അവിടെ നിന്ന് റീഡ് ചെയ്ത് വരുന്നത്. നമുക്ക് ആക്ച്വലി റാമിനകത്തുണ്ടെങ്കിൽ പ്രോസസ്സറിൻ്റെ റാമിനകത്ത് നിന്ന് എന്ത് വേണോ എടുക്കാം. അപ്പോൾ ഈ റാമിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഡിസ്കിൽ നിന്ന് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഡിസ്കിനകത്ത് നിന്ന് പോയി എടുത്തിട്ട് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ടൈം കൺസ്യൂമിങ് ആകുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡേറ്റ ഒരുമിച്ച് റീഡ് ചെയ്യും. എനിക്കൊരു സ്ഥലത്ത് നിന്നും ഒരു കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതൊരു ബോക്സിനകത്താണ് ഇട്ട് വച്ചേക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ ആ ബോക്സ് കംപ്ലീറ്റ്ലി എടുത്തുകൊണ്ട് വരും, എന്നിട്ട് അതിനകത്തുനിന്ന് ആ കാര്യം എടുക്കും. ആ രീതിയിലാണ്, അതായത് ഒരു ബ്ലോക്കായിട്ടാണ് ഓരോ ഡിസ്കിനകത്ത് ഓരോന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡിസ്കിനകത്ത് നിന്ന് ആക്സസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഡേറ്റ ആയാലും വലിയ ഡേറ്റ ആയാലും ആ കംപ്ലീറ്റ് ബ്ലോക്കോടെ ആയിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ബ്ലോക്ക് റീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു റീഡ് ഓപ്പറേഷൻ തന്നെ, ഒരു ചെറിയ കാര്യം റീഡ് ചെയ്യണമെങ്കിലും വലിയ കാര്യം റീഡ് ചെയ്യണമെങ്കിലും, അതായത് ഒരു ബ്ലോക്കിനകത്തുള്ള ഒരു സിംഗിൾ പേര് റീഡ് ചെയ്യാനായാലും ഒരു കംപ്ലീറ്റ് ബ്ലോക്കിലുള്ള മുഴുവൻ ഡേറ്റയും റീഡ് ചെയ്യാനായാലും ആ കംപ്ലീറ്റ് ബ്ലോക്കും നമ്മൾ ഡിസ്കിൽ നിന്ന് ഒരു റീഡ് ഓപ്പറേഷൻ വഴി റാമിലോട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിങ്, അത്രയും ഡേറ്റ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ബ്ലോക്സ് എന്ന് പറയുന്നത് പല ഡിഫറെൻറ്റ് രീതിയിലാവാം. ഫിക്സ്ഡ് സൈസുള്ള ബ്ലോക്സുകളായിട്ട് ചിലപ്പോൾ ഡിസ്കിൽ ചെയ്തിട്ടുണ്ടാവാം, വേരിയബിൾ സൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്കിലും ചെയ്തിട്ടുണ്ടാവാം. യൂഷ്വലി നമ്മൾ പറയുന്നതെല്ലാം ഫിക്സ്ഡ് സൈസ് ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്, ഫിക്സ്ഡ് സൈസ് ബ്ലോക്സ് ആണ്. നമ്മളിപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് പേജസ് അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. മെമ്മറി സെഗ്മെൻറ്റ്സ്, മെമ്മറി പേജസ്, മെമ്മറി ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ ഒരു ഫിക്സ്ഡ് സൈസാണ്. നമ്മൾ ബേസിക്കലി പേജസ് എന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഒരു പേജ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു പേജ് കംപ്ലീറ്റ്ലി റാമിലോട്ട് കൊണ്ടുവരുന്നു, ആ ഒരു കൺസെപ്റ്റായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഡേറ്റാബേസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഡേറ്റാബേസ് ടേബിൾ ഒരു ഫയലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫയൽ എന്ന് പറയുന്നതിനകത്ത് കുറേ ട്യൂപ്പിൾസ് ഉണ്ടാവും. അതായത് ഒരു ടേബിളിനകത്ത് കുറേ ട്യൂപ്പിൾസ് ഉണ്ടാവുമല്ലോ, കുറേ റോസ് ഉണ്ട്. ഓരോ റോയും അല്ലെങ്കിൽ ഓരോ ട്യൂപ്പിളും നമ്മൾ പറയുന്നത് ഒരു റെക്കോർഡായിട്ടാണ്. ഇത് ഒരു റെക്കോർഡാണ്, ഒരു ഫയലിനകത്തുള്ള ഒരു റെക്കോർഡ്. അതിനകത്ത് കുറേ റെക്കോർഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഫയൽ ഈ റെക്കോർഡിൻ്റെ സൈസ് എന്ന് വെച്ചാൽ വേരിയബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഫിക്സ്ഡ് ആയിരിക്കാം. ഒരു ട്യൂപ്പിൾ, അതായത് ഒരു റോ എന്ന് പറയുന്നതിൻ്റെ സൈസ് ഫിക്സ്ഡ് ആയിട്ട് പറയാം അല്ലെങ്കിൽ വേരിയബിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഒരു ഫയലും ഒരു ടേബിൾ പറയുമ്പോഴും, അപ്പോൾ ഈ ഒരു ഫയൽ ചിലപ്പോൾ ചെറിയ ഫയലായിരിക്കും. അതായത് ഒരു ടേബിൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ടേബിൾ ആയിരിക്കാം. ഒരു ബ്ലോക്കിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ടേബിളും സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഒരു ടേബിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ 4-5 ബ്ലോക്കിലായിട്ടായിരിക്കണം എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് അതിനകത്തൊരു 10,000 റോസ് ഉണ്ട്, 1000 റോസ് വെച്ച് 10 ബ്ലോക്സിലായിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു റെക്കോർഡെന്ന് പറയുന്നത് തന്നെ വലുതായിരിക്കാം. അതായത് ഒരു ബ്ലോക്കിൻ്റെ സൈസ് ഇപ്പോൾ ഒരു 10 KB ആണുള്ളത്, പക്ഷേ ഒരു റെക്കോർഡിൻ്റെ സൈസ് തന്നെ ഒരു 20 KB ഉണ്ടെങ്കിൽ 20 ബ്ലോക്ക് അല്ലെങ്കിൽ 2 ബ്ലോക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു റെക്കോർഡ് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതായത് ഒരു റോ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബ്ലോക്കിൽ കൂടുതൽ സ്പാൻ ചെയ്ത് കിടക്കുന്ന ഒരു റെക്കോർഡാണെങ്കിൽ അത് സ്പാൻഡ് അലോക്കേഷൻ എന്ന് പറയും. നമുക്കിപ്പോൾ അങ്ങനെ സ്പാൻഡ് അലോക്കേഷൻ ഒന്നും വരില്ല. റെക്കോർഡ് സൈസ് എല്ലാം ബ്ലോക്കിനേക്കാളും കുറവായിരിക്കും. അതായത് ഒരു ബ്ലോക്കിൽ തന്നെ കുറേ ബ്ലോക്സിലായിട്ട്, ഇപ്പോൾ ഒരു 4-5 ബ്ലോക്കിലായിട്ടായിരിക്കും ഒരു ടേബിൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഒരു ബ്ലോക്കിനകത്ത് കുറേ റോസ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും, അതായത് കുറേ റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നതെല്ലാം. പ്രാക്ടിക്കലി അങ്ങനെയാണ് നമുക്ക് കൂടുതലും വരുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് അറിയേണ്ടത്, നമ്മളിപ്പോൾ കുറേ ബ്ലോക്സ് മെമ്മറിയിലുണ്ടാവും. ആ ഓരോ ബ്ലോക്കിനകത്തും ഫയൽസ് ആയിട്ടാണ് നമ്മൾ
ഡേറ്റാബേസ് ടേബിൾസിനെ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഫയൽസിനകത്ത് ഓരോ ട്യൂപ്പിൾസ് ഓരോ റെക്കോർഡ്സാണ്. ഒരു ഫയൽ തന്നെ പല ബ്ലോക്സിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. അതായത് ഒരു ടേബിൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കുറേ ബ്ലോക്സ് വേണ്ടി വരും. ഈ 4, 5 എന്നുള്ളതല്ല, നമുക്ക് തൗസൻഡ്സ് ഓഫ് ബ്ലോക്സോ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഒരു ടേബിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വരുന്നത്. ഓരോ ബ്ലോക്കിലും കുറേ റെക്കോർഡ്സ് ഉണ്ടാവും. ഒരു ഫയലിൻ്റെ തന്നെ, അതായത് ഒരു ടേബിളിൻ്റെ തന്നെ കുറേ റെക്കോർഡ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ റെക്കോർഡ് ആക്സസ് ചെയ്യണം, ഒരു ടേബിളിനകത്തുള്ള ഒരു റോ ആക്സസ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ എംപ്ലോയി ID കൊടുത്തിട്ട് ഇപ്പോൾ സെലക്ട് എംപ്ലോയി നെയിം ഫ്രം ടേബിൾ എംപ്ലോയി വെയർ എംപ്ലോയി ID ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞൊരു ക്വറി ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ എംപ്ലോയിയുടെ പേരെന്താണെന്ന് ഫെച്ച് ചെയ്യുന്ന ഒരു ക്വറിയാണ്. അങ്ങനെ പറഞ്ഞാലും നമുക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അത് ഏത് ബ്ലോക്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ച് ആ ബ്ലോക്ക് റീഡ് ചെയ്യണം, അത് റാമിലോട്ട് കൊണ്ടുവരണം. നമുക്കിത് നോക്കുമ്പോൾ ഡിസ്കിനകത്ത് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഒരു ബ്ലോക്ക് റീഡ് ചെയ്ത് ഇപ്പോൾ ഒരു 5 ബ്ലോക്കിലായിട്ടാണ് ആ കംപ്ലീറ്റ് ടേബിൾ ഉള്ളതെങ്കിൽ ആദ്യത്തെ ബ്ലോക്ക് റീഡ് ചെയ്യും. ആ ബ്ലോക്ക് റീഡ് ചെയ്തിട്ട് അതിനകത്ത് ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ അടുത്ത ബ്ലോക്ക് റീഡ് ചെയ്യണം. അങ്ങനെ 5ാമത്തെ ബ്ലോക്ക് റീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ആ എംപ്ലോയി ID ഏതെന്ന് കിട്ടുന്നത്. അതിൻ്റെ പേര്, ആ റെക്കോർഡ് അതിനകത്താണ് ഉള്ളതെങ്കിൽ 5 തവണ റീഡ് ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വലി അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു ലീനിയർ സെർച്ച് പോലുള്ളൊരു ഓപ്പറേഷനാണ്. അതായത് 5 ഡേറ്റയുണ്ട്, 5 ബ്ലോക്കുണ്ട്. ഓരോ ബ്ലോക്കിലും 1 by 1 നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇതിപ്പോൾ ഓൾറെഡി ഒരു സോർട്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമായിട്ടുണ്ട് എങ്കിൽ, അതായത് അതിനകത്തുള്ള ഡേറ്റ എന്തെങ്കിലും നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബൈനറി സെർച്ച് പോലെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ, ഒരു അൽഗോരിതം അതിനകത്ത് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബൈനറി സെർച്ചും ലീനിയർ സെർച്ചും ഇതുപോലെ ഒരു സെലക്ട് ക്വറി വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മൾ ലീനിയർ സെർച്ചാണ് യൂസ് ചെയ്യണമെങ്കിലും ബൈനറി സെർച്ചാണ് യൂസ് ചെയ്യണമെങ്കിലും ഒരു ക്വറി, ഇതുപോലെ ഒരു ക്വറി വന്നു കഴിഞ്ഞാൽ ആ ക്വറി പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നത് എത്ര ഡിസ്ക് ആക്സസ് നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ക്വറി ആൻസർ ചെയ്യാൻ എത്ര മെമ്മറി റീഡ് ഓപ്പറേഷൻ നമുക്ക് വേണം. മെമ്മറി റീഡ് എന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് റീഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. അതായത് ഡിസ്കിൽ നിന്നും ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ റീഡ് ചെയ്ത് റാമിലോട്ട് കൊണ്ടുവരാൻ എടുക്കുന്ന ടൈമാണ് ഒരു ഡിസ്ക് ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ എത്ര ആക്സസ് വേണ്ടി വരും, അല്ല എത്ര റീഡ് ഓപ്പറേഷൻസ് വേണ്ടി വരും എന്നുള്ളതാണ് ഒരു ക്വറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം പറയുമ്പോൾ നമ്മൾ മെയിൻലി കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ മാക്സിമം ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ലെവലിൽ നിന്ന് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഞാൻ ആ ക്വറിയുടെ റിസൾട്ട് എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് വേണം. ആ റെക്കോർഡ് എവിടെയുണ്ട്, മെമ്മറിയിൽ ഏത് പോർഷനിൽ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ മിനിമം നമ്പർ ഓഫ് ഡിസ്ക് ആക്സസ് യൂസ് ചെയ്ത് നമ്മളത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കണം, ആ റെക്കോർഡ്. അതാണ് നമ്മൾ ആക്ച്വലി ഇതിനകത്ത് ട്രൈ ചെയ്യുന്നത്. അതായത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുറേ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യും. അപ്പോൾ ബേസിക്കലി നമ്മളതിൻ്റെ എക്സിക്യൂഷൻ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര ബ്ലോക്ക് നമ്മൾ ആക്സസ് ചെയ്തു എന്നുള്ളത് വെച്ചിട്ടാണ്. ഇത് വെച്ചിട്ട് ഇതെല്ലാം നോക്കുന്നുണ്ട്. ഒരു ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്ന BFR എന്ന് പറയുന്ന ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെമ്മറി ഡിസ്കിനകത്ത് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നതിൻ്റെ സൈസ് B ആണ്. B എന്ന് വെച്ചാൽ സംതിങ് 10 kilobytes അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ 1024 bytes എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ, 1 kilobyte എന്നോ 4 kilobyte എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിക്സ്ഡ് സൈസ് വാല്യൂ ഉണ്ടാവും ഒരു ബ്ലോക്കിൻ്റെ സൈസ്. അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടേബിളിൻ്റെ ഡേറ്റയാണ് പല ഇതിലായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള ഓരോ ട്യൂപ്പിളിനും, അതായത് ഓരോ റെക്കോർഡിനും ഫിക്സ്ഡ് ലെങ്ത് റെക്കോർഡ്സായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ 6 എന്ന് പറയുന്നതാണ് ആ റെക്കോർഡിൻ്റെ സൈസ്. ഇപ്പോൾ ഈ ബ്ലോക്കിൻ്റെ സൈസ് വളരെ
ഈ റെക്കോർഡിൻ്റെ സൈസിനേക്കാളും വളരെ കൂടുതലാണെങ്കിൽ ഒരു ബ്ലോക്കിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ റെക്കോർഡ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് എത്ര റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മളുടെ ബ്ലോക്കിംഗ് ഫാക്ടർ എന്നുള്ള കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് BFR ഈക്വൽ ടു ഫ്ലോർ ഓഫ് B/R. B/R ചെയ്യുമ്പോൾ ഇപ്പോൾ 1000 എന്നുള്ള വാല്യൂ ഉണ്ട്, റെക്കോർഡിൻ്റെ സൈസ് 150 ആണ്. ഇപ്പോൾ 1000/150 ചെയ്യുമ്പോൾ സംതിങ് എനിക്ക് കിട്ടുന്നു. ഇപ്പോൾ 1000/150 അല്ലെങ്കിൽ 1000/150 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 300, 600, 6 പോയിൻറ്റ് സംതിങ് വരും. ഓക്കെ, അപ്പോൾ 6 പോയിൻറ്റ് സംതിങ് ഒരു 6 റെക്കോർഡ്സും പിന്നെ കുറച്ച് സ്ഥലവും കൂടെ മിച്ചം ഉണ്ടാവും. കുറച്ച് 6 റെക്കോർഡ്സ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ടുണ്ടാവും. അതിൽ കംപ്ലീറ്റ് റെക്കോർഡ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, ബാക്കി അടുത്ത ബ്ലോക്കിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ 6 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പാൻഡ് ആയിട്ടുള്ള ഒരു അലൊക്കേഷനകത്ത് യൂസ് ചെയ്യാറില്ല. അതായത് ഒരു റെക്കോർഡിൻ്റെ കുറച്ച് ഭാഗം ഒരു ബ്ലോക്കിലും ബാക്കി ഭാഗം വേറൊരു ബ്ലോക്കിലും എന്നുള്ള രീതിയിൽ ചെയ്യാറില്ല. കംപ്ലീറ്റ്ലി ഒരു റെക്കോർഡ് കംപ്ലീറ്റ്ലി ഒരു ബ്ലോക്കിനകത്ത് തന്നെ വരുന്ന രീതിയിലായിരിക്കും അൺസ്പാൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 6 റെക്കോർഡ് എനിക്കപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1000 ആണ് ഒരു ബ്ലോക്കിൻ്റെ സൈസ്, 150 ആണ് ഒരു റെക്കോർഡിൻ്റെ സൈസ് എങ്കിൽ നമുക്കിപ്പോൾ 6 150, 300, 600, 6 ബ്ലോക്സേ 6 റെക്കോർഡ്സേ നമുക്ക് ഒരു ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. 7th റെക്കോർഡ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, സ്പേസ് എക്സീഡ് ചെയ്തു പോകും. സോ നമ്മൾ ഫ്ലോർ ഓപ്പറേഷൻ ചെയ്ത് അത് കണ്ടുപിടിക്കും. അപ്പോൾ ഫ്ലോർ ഓഫ് B/R ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെമ്മറിക്കകത്തുള്ള ബ്ലോക്കിംഗ് ഫാക്ടർ കിട്ടും. നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലംസിനെല്ലാം ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ന്യൂമറിക് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും ന്യൂമറിക് എന്നല്ല കേട്ടോ, തിയറി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഒരു ന്യൂമറിക് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളത്. ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ എ ബ്ലോക്ക്, അതാണ് ബ്ലോക്കിംഗ് ഫാക്ടർ. ഇപ്പോൾ ബിയുടെ സൈസ് 10 കിലോബൈറ്റും ആറിൻ്റെ സൈസ് 15 ബൈറ്റ്സും ആണെങ്കിൽ BFR എന്ന് പറയുന്നത് ഫ്ലോർ ഓഫ് B/R. നമുക്ക് 10 × 1024 ബൈറ്റ്സ് ബൈ 15, 682.66, അതായത് 682 ബ്ലോക്ക്. 682 റെക്കോർഡ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ one block. So the blocking factor is 682. Okay, simple അല്ലേ? ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നു. അതായത് ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് n ബ്ലോക്സിലായിട്ടാണ്. ഓക്കെ, n ബ്ലോക്സിലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ക്വറി വന്നു, സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ 1 വേർ ID = 25. അപ്പോൾ ഈ ടേബിൾ 1 എന്ന് പറയുന്നത് n ബ്ലോക്സിലായിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് കണ്ടുപിടിക്കാൻ നമുക്കൊരു ലീനിയർ സെർച്ച് ത്രൂ ദി ബ്ലോക്സ് വേണ്ടി വരും. ഇപ്പോൾ എൻ്റെ ഈ ഒരു 25 എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് റോ ആണെങ്കിൽ ഞാൻ എല്ലാ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 എന്ന് പറഞ്ഞ് ബ്ലോക്ക് n വരെയും റീഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ എനിക്ക് ആക്ച്വലി ആ വാല്യൂ കിട്ടുകയുള്ളൂ. എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ അത് വാല്യൂ ഉണ്ടാവാം, ചിലപ്പോൾ സെക്കൻഡ് ബ്ലോക്കിൽ തന്നെ ഉണ്ടാവാം. അപ്പോൾ എത്ര ടൈം എടുക്കും എന്നുള്ളത് പറഞ്ഞാൽ നമുക്കൊരു ആവറേജ് വാല്യൂ പറയാൻ പറ്റുള്ളൂ. സോ ഒരു ലീനിയർ സെർച്ചിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് n/2 സെർച്ചസ് ആണ്. നമ്മൾ ആ ടൈം കോംപ്ലക്സിറ്റി എന്നുള്ളത് നോക്കണ്ട. ടൈം കോംപ്ലക്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ഓഫ് n എന്ന് തന്നെയാണ് പറയുന്നത്, ഡേറ്റ സ്ട്രക്ചറിൽ പഠിച്ചത്. അത് നോക്കണ്ട. നമുക്കൊരു ആവറേജ് എത്ര എണ്ണം എടുക്കും. ഫസ്റ്റ് ബ്ലോക്കിലാണെങ്കിൽ ബ്ലോക്ക് 1 ബ്ലോക്സ് റീഡ് ചെയ്താൽ മതിയാവും. സെക്കൻഡ് ബ്ലോക്കിലാണെങ്കിൽ 2 ബ്ലോക്സ് റീഡ് ചെയ്താൽ മതിയാവും. nth ബ്ലോക്കിലാണെങ്കിൽ n ബ്ലോക്സ് റീഡ് ചെയ്യണം. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്കൊരു ലീനിയർ സെർച്ച് യൂസ് ചെയ്തേക്കുകയാണെങ്കിൽ n/2 ഡിസ്ക് റീഡ് ഓപ്പറേഷൻസ് ആവശ്യം വരും. ഓക്കെ, ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. നിങ്ങൾക്ക് പ്രോബ്ലംസ് എല്ലാം ചെയ്തതിന് ശേഷം എത്ര ലീനിയർ സെർച്ച് നടത്തുകയാണെങ്കിൽ എത്ര ആക്സസ് ആവറേജ് വേണ്ടി വരും, ബൈനറി സെർച്ച് നടത്തുകയാണെങ്കിൽ ആവറേജ് എത്ര വേണ്ടി വരും, അങ്ങനെയൊക്കെ.
ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, അതായത് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ കൊടുത്ത സംഭവം ഇപ്പോൾ ID ആണ് സെർച്ച് ചെയ്യാൻ കൊടുത്തത്, ID = 25 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ID ബേസ് ചെയ്ത് നമ്മൾ അതിനെ ഓർഡർ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ, അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ആയിട്ട് ഓർഡർ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ആ ബ്ലോക്സിനകത്ത് എന്ത് ചെയ്യാം, ഒരു ബൈനറി സെർച്ച് നടത്താൻ പറ്റും. അപ്പോൾ ബൈനറി സെർച്ച് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിസ്ക് റീഡ് ഓപ്പറേഷൻസ് വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ log n to the base 2 അത്രയും ഓപ്പറേഷൻസ് വേണ്ടി വരും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലീനിയർ സെർച്ചിലും ബൈനറി സെർച്ചിലും ഇതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജ് വാല്യൂ എന്നുള്ളത്. എത്ര ഡിസ്ക് ആക്സസ് വേണം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ലീനിയർ സെർച്ചിലാണെങ്കിൽ n/2, ബൈനറിയിലാണെങ്കിൽ log n to the base 2. ഒരു ക്വസ്റ്റ്യൻ, സപ്പോസ് വി ഹാവ് an ordered file with Suppose we have an ordered file with 30,000 records and stored on a disk of block size 1024 bytes and records are of fixed size. Unspanned organization. Record length 100 bytes. How many block access needed to search a record using linear search and binary search? Okay, അപ്പോൾ നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിനകത്ത് 30,000 റെക്കോർഡ്സ് ഉണ്ട്. ഡിസ്കിൻ്റെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ആണ്. നമ്മളുടെ ടേബിളിനകത്തുള്ള ഒരു റെക്കോർഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 ബൈറ്റ്സ് ആണ്. അപ്പോൾ നമ്മളൊരു ലീനിയർ സെർച്ചോ ബൈനറി സെർച്ചോ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ടിലും നമുക്ക് ഓൺ ആൻ ആവറേജ് എടുക്കുന്ന ബ്ലോക്ക് ആക്സസ് എത്രയാണ്, ഒരു ക്വറി വരുമ്പോൾ എത്ര ആക്സസ് വേണ്ടി വരും, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന നമ്പർ ഓഫ് റെക്കോർഡ്സ് R എന്ന് പറഞ്ഞാൽ 30,000 ആണ്, ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 1024 ആണ്, റെക്കോർഡ് സൈസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ നമ്മുടെ ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ബ്ലോക്ക്സ് ഉണ്ടാകും, എത്ര ബ്ലോക്കിലായിട്ടാണ് നമുക്കത് സ്റ്റോർ ചെയ്യേണ്ടത്. ഫ്ലോർ ഓഫ് B/R കണ്ടുപിടിച്ചു. BV എന്ന് പറയുന്നത് 1024, ബ്ലോക്കിൻ്റെ സൈസ് 1024, റെക്കോർഡിൻ്റെ സൈസ് 100. സോ നമ്മൾ ഫ്ലോർ ഓഫ് 1024/100 എന്ന് പറഞ്ഞാൽ 100 റെക്കോർഡ്സ് പെർ ബ്ലോക്ക് എന്ന് കിട്ടും. അപ്പോൾ എത്ര ബ്ലോക്ക്സ് അപ്പോൾ നമുക്ക് ടോട്ടലുണ്ട്, നമ്പർ ഓഫ് ബ്ലോക്ക്സ് B എന്ന് പറയുന്നത് സീൽ ഓഫ് R/BFR. R എന്ന് വെച്ചാൽ എത്ര റെക്കോർഡ്സ് ഉണ്ട്, ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡുണ്ട്, അത് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30,000/10 എന്നാണ്, 3000 എന്ന് കിട്ടും. ഇത് നമ്മൾ സീലാണ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് സീൽ എടുക്കുന്നത്? നേരത്തെ ഫ്ലോർ എടുത്തു, അതായത് ഒരു പാർട്ട് 6 പോയിൻറ്റ് സംതിങ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ 6 റെക്കോർഡേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ, ഒരു പാർട്ടായിട്ട് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യത്തില്ല. അപ്പം 6 എണ്ണം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ എത്ര ബ്ലോക്ക്സ് വേണം എന്ന് ചോദിക്കുമ്പോൾ നമുക്കിപ്പോൾ 10.2 ബ്ലോക്ക്സ് വേണം എന്ന് പറഞ്ഞാൽ 10 ബ്ലോക്ക്സ് മാത്രം യൂസ് ചെയ്താൽ കംപ്ലീറ്റ് റെക്കോർഡ്സും സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തൊരു ബ്ലോക്കിൻ്റെ ഒരു 20% കൂടെ വേണം. അപ്പോൾ ഒരു ബ്ലോക്കിൽ 10 റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യാമെങ്കിൽ നമ്മളുടെ ആ 10.2 ബ്ലോക്ക്സ് വേണമെന്ന് പറഞ്ഞാൽ 10 ബ്ലോക്ക്സും വേണം, പിന്നെ ഒരു 2 റെക്കോർഡ് സ്റ്റോർ ചെയ്യാനുള്ള എക്സ്ട്രാ സ്പേസും കൂടെ വേണം. അപ്പോൾ 2 റെക്കോർഡ് സ്റ്റോർ ചെയ്യണമെങ്കിൽ വീണ്ടും അടുത്തൊരു 11ാമതൊരു ബ്ലോക്കും കൂടെ എടുത്താലല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ 10.1 എന്ന് പറഞ്ഞാലും 10.01 എന്ന് പറഞ്ഞാലും നമുക്ക് 11th ബ്ലോക്ക് വേണം. അപ്പോൾ എപ്പോഴും റൗണ്ട് ചെയ്യുമ്പോൾ മുകളിലോട്ട് റൗണ്ട് ചെയ്യണം. അതിന് വേണ്ടിയാണ് സീല് പറഞ്ഞത്. നമ്പർ ഓഫ് ബ്ലോക്ക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ അപ്പർ ബൗണ്ട് വേണം എടുക്കാൻ, സീൽ വേണം എടുക്കാൻ. ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ ലോവർ ബൗണ്ട് വേണം എടുക്കാൻ. നമ്മൾ ആ ഒരു വാല്യൂ മാറ്റുമ്പോൾ തന്നെ ചിലപ്പോൾ അതിൻ്റെ ആൻസർ എല്ലാം അങ്ങ് മാറിപ്പോവും. അവസാനം ആൻസർ എല്ലാം തെറ്റ് എന്നുള്ള രീതിയിൽ മാർക്കെല്ലാം 0 ആയി പോവും. അങ്ങനെ പറ്റരുത്. അതുകൊണ്ട് ഫ്ലോറും സീലും ശ്രദ്ധിച്ചോണം. നമ്പർ ഓഫ് ബ്ലോക്ക്സ് കണ്ടുപിടിക്കുമ്പോൾ സീൽ കണ്ടുപിടിക്കണം, ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ഫ്ലോറാണ്. ഇപ്പോൾ നമുക്കിവിടെ എത്ര ബ്ലോക്ക്സ് വേണം? 3000 ബ്ലോക്ക്സ് വേണം. അപ്പോൾ ഇനി ബാക്കി ആവറേജ് എത്ര കിട്ടും? ലീനിയർ സെർച്ച് നടത്തണമെങ്കിൽ n/2, 3000 ബ്ലോക്ക്സ് ഉണ്ട്, ഓൺ ആൻ ആവറേജ് n/2, 1500 ബ്ലോക്ക്സ് ആക്സസ് വേണ്ടി വരും. ബൈനറി സെർച്ച് ആണെങ്കിൽ log 3000 to the base 2, അത് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക, നമുക്കൊരു ആവറേജ് 12 ബ്ലോക്ക്സ് ആക്സസ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ,
ഇൻഡെക്സിങ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തേക്കുന്ന കാര്യമാണ്. അതിനകത്ത് ലീനിയർ സെർച്ചോ ബൈനറി സെർച്ചോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എത്ര വേണം എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ബൈനറി സെർച്ച് നടത്തണമെങ്കിൽ അതേ സംതിങ് രീതിയിൽ ഓർഡർ ചെയ്തേക്കണം. ഇതിനേക്കാളും ഫാസ്റ്ററായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഒരു ബുക്കാണെന്ന് വിചാരിക്കുക. നമ്മൾ ടേബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലോക്സ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു ബുക്കിനകത്തുള്ള ഓരോ പേജസാണ്. ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ബുക്കും അതിനകത്തുള്ള ഓരോ പേജസ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കുമാണ്. നമുക്കതിനകത്ത് ഒരു പർട്ടിക്കുലർ കാര്യം കണ്ടുപിടിക്കണം. നമുക്ക് ഫ്രണ്ടിൽ കണ്ടൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്ററിൻ്റെ പേരും അല്ലെങ്കിൽ സബ് ഹെഡിങ്സും എല്ലാം അതിനകത്ത് നിന്ന് കിട്ടും. അതിൽ നിന്ന് പേജ് നമ്പറും ഉണ്ടാവും. കറക്റ്റ് നമുക്ക് ആ പേജ് നമ്പർ എടുത്ത് നോക്കാം. അതല്ല എങ്കിൽ ബുക്കിൻ്റെ ലാസ്റ്റ് ഒരു ഇൻഡെക്സ് പേജ് ഉണ്ടാവും. ഇൻഡെക്സിനകത്ത് ഓരോ കണ്ടൻറ്റിനും നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ കണ്ടൻസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അത് എവിടെയാണ് ആ പേജ് നമ്പേഴ്സ് ഏതെല്ലാം പേജ് നമ്പേഴ്സിൽ അത് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഏറ്റവും ഇൻഡെക്സ് പേജസിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആ ഇൻഡെക്സ് പേജ് എടുത്തൊന്ന് നോക്കിയാൽ മതി. ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരൊറ്റ പേജ് ആയിരിക്കത്തില്ല, അതൊരു 3-4 പേജ് ആയിരിക്കാം. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു 2-3 പേജ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 1500 പേജസ് ഉള്ള ഒരു ബുക്കാണ്, അത് മൊത്തം നോക്കുന്നതിനേക്കാളും എളുപ്പമാണ് ലാസ്റ്റുള്ള ഒരു 5 പേജ് ഇൻഡെക്സ് നോക്കുന്നത്. ആ 5 പേജ് മാത്രം നോക്കിയാൽ മതി, നമുക്ക് കൃത്യമായിട്ട് ആ പേജ് നമ്പർ കിട്ടും. ആ കറസ്പോണ്ടിങ് പേജ് നമ്പർ മാത്രം എടുത്ത് നോക്കിയാൽ മതി, അതിനകത്ത് കാര്യം ഉണ്ടാവും. ഇത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സെർച്ച് കീ വാല്യൂ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ യൂസ് ചെയ്താണ് സെർച്ച് വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ID = 25 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ കണ്ടു. അപ്പോൾ ID ബേസ് ചെയ്ത് എല്ലാ IDസിൻ്റെ വാല്യൂസും അത് എവിടെ വരുന്നു എന്നുള്ള ഒരു പോയിൻ്ററും, അതാണ് ഡേറ്റ റെഫറൻസ്. ഇങ്ങനെ ഒരു പെയർ ക്രിയേറ്റ് ചെയ്യും. അതായത് സെർച്ച് കീ വാല്യൂവും ഒരു പോയിൻ്ററും. അത് ഒരു ബ്ലോക്കിനകത്ത് സ്റ്റോർ ചെയ്യും. ചിലപ്പോൾ എത്ര വാല്യൂസ് ഉണ്ട്, എത്ര കീ വാല്യൂസ് ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്ത് അത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഒരു ബ്ലോക്ക് ആണെങ്കിൽ ഒരു ബ്ലോക്ക്, ഒന്നിൽ കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ബ്ലോക്ക് എല്ലായിട്ട് ആ കാര്യങ്ങളെല്ലാം കൂടെ സ്റ്റോർ ചെയ്യും. അതിനെയാണ് നമ്മൾ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്ത് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ഡേറ്റ സ്ട്രക്ചറാണ്. ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എ സിംഗിൾ ഇൻഡെക്സ് കണ്ടെയ്ൻസ് എ പെയർ ഓഫ് വാല്യൂ. ഫസ്റ്റ് വൺ ഈസ് എ കീ വാല്യൂ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ പോയിൻ്റർ. ഓക്കെ, അതൊരു ടേബിളായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് 2 കോളമുള്ള ടേബിളായിട്ട്. ഫസ്റ്റ് കോളത്തിൽ കീ വാല്യൂ, സെക്കൻഡ് കോളത്തിൽ പോയിൻ്റർ എന്നുള്ള രീതിയിൽ ഒരു ടേബിൾ പോലെ സ്റ്റോർ ചെയ്യും, ഒരു ചെറിയ ടേബിൾ. അപ്പോൾ ആ ടേബിളും നമ്മൾ എങ്ങനെയായിരിക്കും ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്? ഫയലായിട്ട്. അത് സ്റ്റോർ ചെയ്യുമ്പോൾ അതൊരു ബ്ലോക്കിനകത്തായിരിക്കും വരുന്നത്. സാധാരണ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേ കാര്യങ്ങൾ ഇൻഡെക്സിനും വരും. അതായത് 2 കോളമുള്ള ഒരു ടേബിൾ സ്റ്റോർ ചെയ്യുന്ന കൺസെപ്റ്റിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും വരുന്നത്. എത്ര ബ്ലോക്കിൽ വേണം, ബ്ലോക്കിംഗ് ഫാക്ടർ എത്ര, അതിനകത്ത് സെർച്ച് ചെയ്യാൻ എത്ര സമയം വേണം, അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാവും. അതാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഇത് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറയും. ഡെൻസ് ഇൻഡെക്സും നോൺ ഡെൻസ് ഇൻഡെക്സും, അല്ലെങ്കിൽ സ്പാർസ് ഇൻഡെക്സ്. ഡെൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹാസ് ആൻ ഇൻഡെക്സ് എൻട്രി ഫോർ എവറി സെർച്ച് കീ വാല്യൂ in the data file. Has an index entry for every search key value in the data file. നോൺ ഡെൻസ് അല്ലെങ്കിൽ സ്പാർസ് എന്ന് പറഞ്ഞാൽ ഹാസ് ഇൻഡെക്സ് എൻട്രി ഫോർ ഓൺലി സം ഓഫ് ദ സെർച്ച് വാല്യൂസ്. എക്സാമ്പിൾ നമ്മൾ ഒരു ഫിഗർ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഡെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മളെ ഡേറ്റ ഫയലാണെന്ന് വിചാരിക്കുക. ആ ഓരോന്നും ഓരോ ബ്ലോക്സാണ്. 10ഉം 20ഉം ആണ് ഒരു ബ്ലോക്കിനകത്തുള്ളത്. 30ഉം 40ഉം ആണ് അടുത്ത ബ്ലോക്കിനകത്തുള്ളത്. ഈ 10, 20, 30, 40 എന്ന് വെച്ചാൽ ID ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ID എന്നുള്ള ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ID യൂസ് ചെയ്താണ് ഞാൻ ഇൻഡെക്സും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറേ ബ്ലാങ്ക് കോളം കിടപ്പുണ്ട്. ഒരു കോളം അല്ല, എനി എമൗണ്ട് ഓഫ് ഡേറ്റ. ആ ഒരു ട്യൂബിളിനകത്ത് വരുന്ന ബാക്കി ഡേറ്റാസ് അതിനകത്തുണ്ട്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ബ്ലോക്കിനകത്ത് 2 ട്യൂപ്പിൾ എന്നുള്ള രീതിയിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിന് ഞാൻ ഇപ്പോൾ ഡെൻസ് ഇൻഡെക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഐ ഡി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്താണ് ഇൻഡെക്സ് ഉണ്ടാക്കണമെങ്കിൽ ഐ ഡിയിലെ ഏതെല്ലാം വാല്യൂസ് ഉണ്ടോ ആ വാല്യൂസിനെല്ലാം ഇൻഡെക്സിനകത്തും എൻട്രി കൊടുക്കുന്നു. 10 എന്നൊരു വാല്യൂ ഉണ്ട്, 10 എന്നുള്ളത് ഇൻഡെക്സിനകത്തും ഉണ്ട്. 20 എന്നുള്ള വാല്യൂ ഉണ്ട്, 20 എന്നുള്ളത് ഇൻഡെക്സിനകത്തുണ്ട്. 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്, 70 ഉണ്ട്, 80 ഉണ്ട്. 8 വാല്യൂസ് ഉണ്ട്. 8 വാല്യൂസും ഇൻഡെക്സിനകത്തും വന്നിട്ടുണ്ട്. ഈ ഓരോന്നിലോട്ടുള്ള പോയിൻറ്റേഴ്സും റെക്കോർഡ് പോയിൻറ്ററും അതിനകത്തുണ്ട്. ഓക്കെ, അതായത് ഡേറ്റയ്ക്കകത്ത് ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്ത് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റയ്ക്കകത്ത് ആ ആട്രിബ്യൂട്ടിന് എന്തെല്ലാം യൂണിക് വാല്യൂസ് വരുന്നുണ്ടോ, ഏതെല്ലാം വാല്യൂസ് വരുന്നുണ്ടോ ആ വാല്യൂസ് എല്ലാം ഇൻഡെക്സിനകത്തും വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഡെൻസ് ഇൻഡെക്സ് ആണ്. ഇനി സ്പാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആങ്കറിങ് ആണ്. ആങ്കറിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലോക്കിന് ഒരു എൻട്രി, അതിൻ്റെ ഫസ്റ്റ് എൻട്രി ആയിരിക്കും ആങ്കറിങ് ആയിട്ടുള്ള കീ വാല്യൂ. ഓക്കെ, അതായത് ആ ബ്ലോക്കിൻ്റെ ഫസ്റ്റ് കീ വാല്യൂവിനെ ആങ്കറിങ് കീ വാല്യൂ ആയിട്ട് എടുത്ത് ആ വാല്യൂ മാത്രം ഇൻഡെക്സിലോട്ട് കൊടുക്കും. അപ്പോൾ 10, അടുത്ത 40, അടുത്ത 50, അടുത്ത 70. ഓക്കെ, ഇങ്ങനെയാണുള്ളത്. അതായത് ഫസ്റ്റ് ബ്ലോക്കിൽ 10 20 ഉണ്ട്, സെക്കൻഡ് ബ്ലോക്കിൽ 40 മാത്രമേ ഉള്ളൂ, തേർഡ് ബ്ലോക്കിൽ 15 60 ഉണ്ട്, ഫോർത്ത് ബ്ലോക്കിൽ 70 80 ഉണ്ട്. എന്തുകൊണ്ട് സെക്കൻഡ് ബ്ലോക്കിൽ ഒരെണ്ണം മാത്രം വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള കാര്യമാണ്. ഇത് വേറൊരു ഫിഗർ ഞാൻ എടുത്തതന്നേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ ഇപ്പുറത്തെ സൈഡിൽ ഡെൻസിൻ്റെ എക്സാമ്പിൾ കണ്ടില്ല, അതിൽ 30 40 ഉണ്ട്, ഇതിനകത്തും 30 40 ഉണ്ടായിരുന്നു. ആ ഫിഗർ ഞാൻ എടുത്തില്ല, ആ ഫിഗർ വെച്ചത് മാറിപ്പോയി. 30 40 ഉള്ള ഒരു ഫിഗർ എന്നെ വിചാരിച്ചാലും കുഴപ്പമില്ല, ഇല്ലയെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. കാരണം ഇത് നമ്മൾ ഒരു ട്യൂപ്പിൾ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 30 വെച്ചുള്ള ഒരു ട്യൂപ്പിളിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. ആ ഡിലീറ്റ് ഓപ്പറേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞപ്പോൾ ആ സമയത്തുള്ളൊരു ഇമേജാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതെങ്ങനെ ഇരിക്കുന്നത്, ഒരു ബ്ലോക്കിൽ ഒരെണ്ണം മാത്രമായിട്ടായിപ്പോയത്. അത് നിങ്ങൾ ബോധർ ചെയ്യണ്ട. നമുക്കിപ്പോൾ ഒരു ഡാറ്റ ഫയലുണ്ട്, ആ ഡാറ്റ ഫയലിൽ 4 ബ്ലോക്കിലായിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ 4 ബ്ലോക്കിനും വേണ്ടി ഓരോ വാല്യൂ വെച്ച് ഇൻഡെക്സിനകത്ത് കൊടുക്കും. അപ്പം നമുക്ക് ടോട്ടലി ഇൻഡെക്സിനകത്ത് 4 വാല്യൂസേ ഉള്ളൂ, ഒരു ബ്ലോക്കിന് ഒരു വാല്യൂ. ആ കൊടുക്കുന്ന വാല്യൂവിനെ നമ്മൾ ആങ്കറിങ് കീ വാല്യൂ എന്ന് പറയും. അതായത് ആ ബ്ലോക്കിനകത്തുള്ള ഫസ്റ്റ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ സെർച്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻഡെക്സിനകത്ത് നോക്കുമ്പോൾ 10 ഉണ്ട്, 10 സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ബ്ലോക്കിനകത്താണ്. അടുത്തത് 40 ആണ്. അപ്പോൾ എനിക്ക് സെർച്ച് ചെയ്യേണ്ടത് 20 ആണെങ്കിൽ 40 വെച്ചാണ് സെക്കൻഡ് ബ്ലോക്ക് തുടങ്ങുന്നത്. അപ്പോൾ 40ക്ക് മുന്നേ ഉള്ളതെല്ലാം ഫസ്റ്റ് ബ്ലോക്കിനകത്തുണ്ട്. ഇപ്പോൾ എനിക്ക് 25 ആണ് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ 25 അതിനകത്ത് ഫസ്റ്റ് ബ്ലോക്കിനകത്ത് ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഞാൻ ഡയറക്റ്റ്ലി ആ 10ൽ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ആ ബ്ലോക്ക് അങ്ങ് റീഡ് ചെയ്താൽ മതി, എന്നിട്ട് അതിനകത്ത് സെർച്ച് ചെയ്യാം. ആ രീതിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷേ മറ്റേതെന്ന് പറഞ്ഞാൽ ഡെൻസിനകത്തെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു എല്ലാ വാല്യൂ അതിനകത്തുണ്ട്. 25 ആണ് നോക്കേണ്ടത്. ഞാനിപ്പോൾ അത് ഫസ്റ്റ് ഇൻഡെക്സ് ബ്ലോക്ക് റീഡ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് 10 20 30 40 എന്നുണ്ട്. 25 എന്നുള്ള വാല്യൂ ഇതിനകത്തില്ല. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ആക്ച്വലി 25 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് ഡേറ്റയ്ക്കകത്തില്ല. ഇനി അഥവാ നമുക്കിപ്പോൾ 20 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ 20 അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. 50 ആണ് നോക്കേണ്ടതെങ്കിൽ നമ്മൾ ലാസ്റ്റ് വാല്യൂ 40 വരെ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഇൻഡെക്സ് ഇൻഡെക്സ് ബ്ലോക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അടുത്ത ബ്ലോക്ക് റീഡ് ചെയ്യും. അതിനകത്ത് 50 60 70 80 എന്നുണ്ട്. അപ്പോൾ 50യുടെ വാല്യൂ എവിടെയാണ് ഉള്ളത് ആ പോയിൻ്റർ കിട്ടും. ആ പോയിൻ്റർ വെച്ചിട്ട് ആ ബ്ലോക്ക് റീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഡേറ്റ ബ്ലോക്കിനെ ആദ്യമേ റീഡ് ചെയ്യില്ല, ഇൻഡെക്സ് ബ്ലോക്സുകൾ 1 by 1 റീഡ് ചെയ്യും. ഇനി ഈ ഇൻഡെക്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഡെക്സ് ടേബിളായിട്ടാണ് സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനകത്ത് വാല്യൂസ് സോർട്ട് ചെയ്തായിരിക്കും ചെയ്തിട്ടാണ്, അതായത് ഒരു ഓർഡറിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ലീനിയർ സെർച്ച് എന്നുള്ളത് തന്നെ ചെയ്യണമെന്നില്ല, ബൈനറി സെർച്ച് ചെയ്യാം. അപ്പോൾ ഇൻഡെക്സിനകത്തും ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും നമുക്ക് ചെയ്യാം. നേരത്തെ ഡാറ്റ ഫയലിൽ ചെയ്തതുപോലെ തന്നെ ചെയ്തിട്ട് ആ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ഉള്ള ഇൻഡെക്സ് ബ്ലോക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പോയിൻ്റർ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഡാറ്റ ബ്ലോക്ക് റീഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയായിരിക്കും നമ്മളിനി ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇതാണ് ഡെൻസ് ഇൻഡെക്സും സ്പാർസ് ഇൻഡെക്സും. സ്പാർസിന് പകരം നോൺ ഡെൻസ് എന്നുള്ള രീതിയിലും പറയും. ഇത് ഞാൻ പറഞ്ഞതാണ് ഓർഡേർഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കീ വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് ആ കീ വാല്യൂ വെച്ച് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സോർട്ട് ചെയ്ത രീതിയിലാണെങ്കിൽ, ഒരു സെർച്ച് കീ ബേസ് ചെയ്ത് അത് സോർട്ട് ചെയ്ത രീതിയിലാണെങ്കിൽ നമ്മളത് ഓർഡേർഡ് ഇൻഡെക്സസ് എന്ന് പറയും. ഓക്കെ, ഇത് തന്നെ ഓർഡേർഡ് ഫയൽ എന്നും പറയാറുണ്ട്. ഇപ്പം ഡേറ്റ ഫയൽ നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നെയിം ആൽഫബറ്റിക് ഓർഡർ ഓഫ് നെയിമോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ ഓഫ് രജിസ്റ്റർ നമ്പർ എന്നോ അങ്ങനെ, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ ഓഫ് ഏജ് എന്നോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതോ ഒരു ആട്രിബ്യൂട്ടിൻ്റെ ഓർഡറിൽ അറേഞ്ച്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓർഡേർഡ് ഫയൽ. ഇപ്പം ഇൻഡെക്സും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തായിരിക്കും ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡെക്സ് ആ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ വെച്ച് സോർട്ട് ചെയ്താണ് വച്ചേക്കുന്നതെങ്കിൽ അതൊരു ഓർഡേർഡ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സിങ് പറയുമ്പോൾ നമുക്ക് പ്രൈമറി ഇൻഡെക്സിങ്, സെക്കൻഡറി ഇൻഡെക്സ്, ക്ലസ്റ്റർ ഇൻഡെക്സ്, മൾട്ടി ലെവൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് 3-4 ടൈപ്പ് പറയുന്നുണ്ട്. ഇതെല്ലാ ടൈപ്പും നമുക്ക് പഠിക്കണം. എല്ലാ ടൈപ്പിൽ നിന്നും നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. എല്ലാത്തിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കാര്യങ്ങൾ തന്നേക്കും, ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. സ്ഥിരമായിട്ട് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഓരോന്നും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൻസ്, സ്പാർസ്, എന്താണ് പ്രൈമറി, ഡെൻസും സ്പാർസും തമ്മിലുള്ള ഡിഫറൻസ്, പ്രൈമറി സെക്കൻഡറിയും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ക്ലസ്റ്ററും മൾട്ടി ലെവലും തമ്മിൽ എന്താണ് വ്യത്യാസം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും മതി.